ബി.ജെ.പി ഇത്തവണ വലിയൊരു ടാർഗറ്റ് മുന്നിൽ വെച്ചാണ് പ്രയത്നിക്കുന്നത്. ലോക്സഭയിൽ 370 സീറ്റുകളിൽ വിജയിക്കുക, എൻ.ഡി.എയെ മൊത്തത്തിൽ 400 കടത്തുക, ഇതാണ് ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിൽ ബി.ജെ.പി കഴിഞ്ഞ തവണത്തെ പ്രകടനം നടത്താൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. തമിഴ്നാടാണ് അതിൽ വളരെ പ്രധാനമായ സംസ്ഥാനം. പക്ഷേ ബി.ജെ.പി ഇവിടെ നിരാശപ്പെടേണ്ടി വരുമെന്നതിൽ സംശയം വേണ്ട. ബി.ജെ.പി അണ്ണാമലയുടെ കീഴിൽ വലിയ ശക്തിയായി എന്നാണ് തമിഴ്നാട്ടിൽ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് 39 സീറ്റുകളാണുള്ളത്. ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ബി.ജെ.പിക്ക് 370 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്താം. നിലവിൽ ഒറ്റ സീറ്റ് പോലും ഇവിടെ ബി.ജെ.പിക്കില്ല. 2014 5.5% വോട്ടുണ്ടായിരുന്ന ബി.ജെ.പിക്ക് 2019 അത് 3.67% കുറയുകയായിരുന്നു. അണ്ണാമലയുടെ വരവോടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ സംസ്ഥാനത്ത് മാറിയെന്നാണ് പറയുന്നത്. സ്ഥിരം രീതികളിൽ നിന്ന് വ്യതിചലിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. DMK-യുടെ അഴിമതിയും കുടുംബാധിപത്യ രാഷ്ട്രീയവും നിരന്തരം അണ്ണാമലൈ ഉന്നയിച്ചിരുന്നു. അണ്ണാ DMK ഒതുങ്ങിപ്പോയതും ബി.ജെ.പി വലിയ അവസരമായി കണ്ടു. എന്നാൽ അണ്ണാമലയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള 100 ദിനങ്ങൾ യാതൊരു മാറ്റവും ബി.ജെ.പിയിൽ കൊണ്ടുവന്നിരുന്നില്ല. അണ്ണാ DMK ബി.ജെ.പിയെ കൈവിട്ടതും വലിയ പ്രശ്നമായി. അണ്ണാമലയുടെ ഏറ്റവും അടിത്തട്ടിലാണ് പ്രചരണങ്ങൾ നടത്തിയത്. സാധാരണ ബി.ജെ.പി പ്രവർത്തകരെ അണ്ണാമലയുടെ ശൈലി സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് പ്രവർത്തനത്തിലും കാണാനുണ്ട്. ബി.ജെ.പി നേട്ടമുണ്ടാക്കുമെന്ന് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. DMK-യെ നിരന്തരം വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടാണ് അണ്ണാമലയെ പലരും ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ഇത് വോട്ടായി മാറുമോ എന്ന് മാത്രം വ്യക്തമല്ല. അതേസമയം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയാണ് ബി.ജെ.പി പ്രവർത്തനം നടത്തിയത്. നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ക്യാമ്പ് ഓഫ് ആരംഭിച്ചിരുന്നു. വിരുധുനഗർ, രാമനാഥപുരം, ശിവഗംഗ, തെങ്കാശി പോലുള്ള മണ്ഡലങ്ങൾ ഇത്തവണ വിജയിക്കുമെന്നാണ് ബി.ജെ.പി ഉറപ്പു പറയുന്നത്. അണ്ണാ DMK ഇല്ലാത്തത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കരുത്തു വർദ്ധിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ അത് ബി.ജെ.പി നേട്ടമാകുമെന്നാണ് കരുതുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിക്കാനാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അണ്ണാ DMK-ക്ക് പകരം ചെറു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. എന്നാൽ സഖ്യത്തിൽ താല്പര്യമില്ലെന്ന് അണ്ണാമലൈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പോസിറ്റീവായി നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഭാഷാപരമായോ സാംസ്കാരികപരമായോ അടിത്തറയില്ല. UPA സഖ്യത്തിന്റെ വോട്ട് മാത്രം 60%. വലിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതിയില്ലാത്തതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സീറ്റ് കൂടുതൽ നേടുക എന്നത് ദുഷ്കരം തന്നെയാണ്. ഇനി അഥവാ വിജയിച്ചാൽ 370 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ബി.ജെ.പിക്ക് സാധിക്കും. പക്ഷേ ഇവിടെ ജയം ബി.ജെ.പി പ്രതീക്ഷിക്കേണ്ട. കാരണം അതിനും വലിയ ജനപ്രീതിയാണ് ഇനി വരാൻ പോകുന്നത്. നടൻ കമൽഹാസൻ നയിക്കുന്ന മക്കൾ നീതി മയ്യം DMK കോൺഗ്രസ് ഇടത് സഖ്യത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സഖ്യത്തിൽ ചേരുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ധാരണയായത്. എന്നാൽ കമൽഹാസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടാകില്ലെന്നതാണ് ശ്രദ്ധേയം. പകരം തമിഴ്നാട്ടിൽ നിന്നും അടുത്തതായി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ കമൽഹാസനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധിച്ച സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. സംസ്ഥാനത്ത് ആകെയുള്ള 39 സീറ്റുകളിൽ 38 സീറ്റുകളായിരുന്നു DMK നയിക്കുന്ന സഖ്യം നേടിയത്.